தமிழ் மக்கள் கவனத்துக்கு மெண்டல் ஹாஸ்பிட்டலில் இருந்து ஒரு பெண் மனநோயாளி தப்பித்து விட்டார். മലയാളികളുടെ ശ്രദ്ധയ്ക്ക് കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ ചേട്ടാ, ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലാവും. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നൊരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്. അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ചാ ഒന്നും തോന്നരുത്. എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. നീലി കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ജീവ ഓടിക്കോടാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേലിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡിട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിയിൽ നിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയിൽ കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു, എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ?
രക്ഷപ്പെട്ട് ആ. കട്ടി പോട്ടിருக்க കുത്തുന്നതിന് മുമ്പ് ചത്തോ? ഇന്നത്തോടു കൂടി നിർത്തിക്കൊള്ളാം രണ്ടിന്റെയും പെണ്ണന്വേഷണം. ഇനി പെണ്ണെന്ന് പറഞ്ഞ് ഇറങ്ങിയ രണ്ടിനെ കൊന്നുകളെ ഞാൻ. ഈ കിളവൻ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ അറിയാമായിരുന്നു സംഗതി കുളമാകും. അവൾക്ക് ഭ്രാന്തായി പോയതിന് ഞാൻ എന്ത് ചെയ്യാനാ? നീ മിണ്ടരുത്. ജീവ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. വേണ്ട, ഇതുവരെ തന്ന ഐഡിയ ഒക്കെ മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എനിക്ക് ഭാര്യയില്ല, ഒരു പുല്ലുമില്ല എന്ന് ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. ജീവ, എടുത്തിയാട്ടം കാണിക്കരുത്, അത് അപകടമാണ്. എനിക്കൊരു പ്ലാൻ തോന്നുന്നുണ്ട്. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ ആര് കെട്ടൂടാ? നിന്റെ തന്ത കെട്ടൂടാ? തന്തയ്ക്ക് പറഞ്ഞാൽ ജീവ, ഒരേ ഒരു ചാൻസ് കൂടി താ. എന്തിന്? എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ജീവ, ഒരു ചാൻസ്. ജീവ, ഞാൻ പറയുന്നു. അച്ഛനുണ്ടോ? ഗാർഡനിലുണ്ട്. മോനെ ആ പോട്ട് 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 പോട്ട്. അയ്യോ, കരയല്ലേ കരയല്ലേ കരയല്ലേ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആരാ നിങ്ങള്? ഞങ്ങൾ പിന്നെ അഡോപ്റ്റ് ചെയ്യാൻ വന്നതാ. എങ്ങനെ 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 ഒന്നുകൂടി പറഞ്ഞേ. എന്റെ മോനെ ഒരുമാതിരി. എന്താ ഇത്? മിസ്റ്റർ, മര്യാദ കാണിക്കരുത്. എന്താ ഇവിടെ ജീവൻ? എന്താ ഇവിടെ പ്രശ്നം? അച്ഛോ, ഒരുമാതിരി അച്ഛന്മാരുടെ സ്വഭാവം എന്നോട് കാണിക്കരുത്. എന്താ ജീവൻ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നുകൊണ്ട് അച്ഛന്റെ കളി പൊളിഞ്ഞു. എന്റെ കളിയോ? എന്ത് കളി? ഇയാൾ ആരാ? ഞാൻ ഇവന്റെ തന്ത. What do you want, man? You- എന്ത് കൂത്താ താനീ കാണിക്കുന്നത്? അച്ഛോ, ഇവൻ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അച്ഛൻ സമ്മതിച്ചതാ. എന്നിട്ട് ഈ കാണിക്കുന്ന എന്താ? അന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഓർഫനേജിൽ ചില ബൈലോസും ഫോർമാലിറ്റീസും ഉണ്ടെന്ന്. അത് താൻ മറന്നു. നിങ്ങൾ അല്പസമയം ഓഫീസിൽ നിന്ന് സിസ്റ്റർ കുഞ്ഞിനകത്തോണ്ടു. ശരി. വാ ജീവൻ, വന്നേ. അവർ അമേരിക്കയിൽ സെറ്റിൽഡാണ്, കുട്ടികളില്ല. അവനെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാ ഫോർമാലിറ്റീസും ഒക്കെയാണ്. മാത്രമല്ല, ജില്ലാ കളക്ടറുടെ ശുപാർശയുണ്ട്. നിയമം നോക്കിയാൽ അവർ ഇന്ന് ഈ നിമിഷം ആവശ്യപ്പെട്ടാൽ അവനെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഞാനത് ചെയ്യാത്തത് തന്നോട് എനിക്ക് തോന്നിയ അടുപ്പം കൊണ്ടാണ്. ഇനി ഒരു 24 മണിക്കൂർ കൂടിയേ എനിക്ക് അവനെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ബാംഗ്ലൂരിൽ തന്റെ ഭാര്യ വന്നില്ലേ? അത് പിന്നെ അച്ഛോ, ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ എന്നോട് തോന്നിയ അടുപ്പം കുറയരുത്. എനിക്ക് ഭാര്യ. മധു വന്നു. മധു. ഏത് മധു? ഭാര്യ വരാൻ ലേറ്റ് ആയതിന്റെ ദേഷ്യ. വേറെ ഏത് മധു? നിന്റെ ഭാര്യ മാധുരി മധു. നീ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഓണം വന്നു. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. ഫാദർ, ശത്രു, നീ വെറുതെ നുണ പറയരുത്. നുണയല്ല, സത്യമായിട്ടും വന്നു. പെണ്ണിനെ കിട്ടിയോ? കിട്ടി ഉം? എന്ന് പറഞ്ഞാൽ അതൊരു കള്ളമായിരിക്കും. കിട്ടിയില്ല. ഉപയോഗമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കരുതെന്ന് പഴമക്കാര് പറയുന്നത് ശരിയാ. അതിന് ഉപയോഗമില്ലാത്ത ഒന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ലല്ലോ. ഉണ്ടല്ലോ. ജീവ, നീ എന്തായി കാണിക്കുന്നേ? മിണ്ടിപ്പോരുത്. വീണ്ടും നുണ പറഞ്ഞ് നീ എന്നെ വിധിയാക്കിയായിരുന്നല്ലോടാ. നീ അച്ഛനോട് സത്യം പറഞ്ഞാൽ ഒരിക്കലും നിനക്ക് ആ കുട്ടിയെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു നുണ കൂടി പറഞ്ഞത്. 5-8 കൊല്ലം മുമ്പ് ഇതേപോലൊരു സ്ഥലത്ത് കാലിയായ പോക്കറ്റും ഒഴിഞ്ഞ വയറുമായി നടുറോട്ടിൽ പകച്ചു നിന്നിരുന്ന നിന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കൂടപ്പുറപ്പിനെ പോലെ കൊണ്ടുകിടന്ന എന്നെ കുരങ്ങ് എളുപ്പിച്ച് വേണം നിനക്ക് സഹായിക്കാൻ. അല്ലടാ, എനിക്ക് തന്നെ കാണണ്ട. വയ്ക്കോ. ശരിയാ, തെരുവിൽ കിടന്ന് എന്നെ ഇത്രയൊക്കെ ആക്കിയത് നീയാ. തിരിച്ച് അതേ തെരുവിലേക്ക് വലിച്ചെറിയാനുള്ള അവകാശം നിനക്കുണ്ട്. ഞാൻ പറഞ്ഞ നീ പോകൂടാ. എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ? സോറിടാ, ഞാൻ ആകെ അപ്സെറ്റ് ആയി പോയി. അച്ഛൻ പറഞ്ഞ നീ കേട്ടില്ലേ? 24 മണിക്കൂർ, അതിനുള്ളിൽ എന്ത് അത്ഭുതം സംഭവിക്കാം. അവനെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, തീർച്ച. നീ സമാധാനമായിരിക്കും. കുഞ്ഞിനെ നമുക്ക് തന്നെ കിട്ടും. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരും. I have no hope.